ഇന്ത്യയുടെ വിദേശ നയങ്ങളെക്കുറിച്ചും അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. റഷ്യയിൽ നടക്കുന്ന ബ്രിക്സ്, അതിനോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം, ഇതിലൊക്കെ ഇന്ത്യയുടെ മൗനം എന്തുകൊണ്ടാണെന്ന വിമർശനവുമായാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ജയറാം രമേശാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ? എന്തായിരിക്കും കേന്ദ്രത്തിന് ഇതിനുള്ള മറുപടി? നമുക്കൊന്ന് പരിശോധിക്കാം. റഷ്യയിലെ കസാനിൽ നടക്കുന്ന 16ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ തീരുമാനമെടുക്കാൻ സർക്കാർ ഒരുപാട് വൈകിപ്പോയി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ബ്രിക്സ് എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു വേദിയാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന ഈ കൂട്ടായ്മ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത്തരമൊരു നിർണായക യോഗത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം നേരത്തെ ഉറപ്പാക്കേണ്ടതായിരുന്നുവെന്നും ഇപ്പോഴത്തെ ഈ മെല്ലെപ്പോക്ക് രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിച്ഛായയെ ബാധിക്കുമെന്നുമാണ് പ്രതിപക്ഷം പറയുന്നത്. ഇതിലിവർ എടുത്തു പറയുന്നത് ഇസ്രയേൽ, പാലസ്തീൻ, ലെബനൻ എന്നിവിടങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളിലുള്ള ഇന്ത്യയുടെ മൗനമാണ്. അമേരിക്കയുടെ പങ്കോടുകൂടി ഇസ്രയേൽ നടത്തുന്ന യുദ്ധങ്ങളിൽ ഇന്ത്യ മൗനം പാലിക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്രത്തിൻ്റെ പരാജയമാണെന്നും ജയറാം രമേശ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗാസയിലും ലെബനനിലും നടക്കുന്ന രക്തച്ചൊരിച്ചിലിനെക്കുറിച്ച് പ്രതികരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യ എക്കാലത്തും സമാധാനത്തിൻ്റെ പക്ഷത്താണ് നിന്നിട്ടുള്ളത്. എന്നാൽ നിലവിലെ സംഘർഷങ്ങളിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാൻ സർക്കാർ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഇന്ത്യ നിശബ്ദത പാലിക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് അവർക്കുള്ളത്. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ചൈനയുമായുള്ള ബന്ധങ്ങളും വാർത്തകളിൽ നിറയുന്നുണ്ട്. ലഡാക്കിൽ അതിർത്തി പ്രശ്നം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ചൈനീസ് പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ വാർത്തയായി കഴിഞ്ഞു. അവിടെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. അതിർത്തിയിലെ കടന്നുകയറ്റങ്ങളെക്കുറിച്ചും ചൈനയുടെ പ്രകോപനങ്ങളെക്കുറിച്ചും രാജ്യം ഗൗരവകരമായ ചർച്ചകൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇത്തരം വേദികൾ അതിനായി ഉപയോഗിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ചുരുക്കത്തിൽ രാജ്യത്തിൻ്റെ വിദേശനയം കൂടുതൽ വ്യക്തവും സുതാര്യവും ആകണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കേണ്ട സമയത്ത് പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് ഇന്ത്യക്ക് ഒട്ടും നല്ലതല്ല എന്നിവർ ചൂണ്ടിക്കാണിക്കുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ എന്ത് സംഭവിക്കുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് പ്രതിപക്ഷവും രാഷ്ട്രീയ നിരീക്ഷകരും.